നിങ്ങൾ എല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഹായ് ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുർത്തി സെറ്റ്സിന്റെ ഹാൾ. യെസ് ഗൈസ്, അമേസിംഗ് ആയിട്ടുള്ള കുർത്തി സെറ്റ്സ് ആണ്. ആൻഡ് ബൈ ദ വേ ഇത് ക്രിസ്മസ് ടൈമിൽ നിങ്ങൾക്ക് വെഡിങ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയതാണ്, ഫെസ്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇടാൻ പറ്റിയതാണ്. അമേസിംഗ് കുർത്തി സെറ്റ്സ് ഗൈസ്. എല്ലാം ഞാൻ മീഷോ നിന്നാണ് മേടിച്ചത്. ഓ മൈ ഗോഡ്, അടിപൊളി സംഭവമാണ്. ചിലതിലൊക്കെ എന്റെ അഹങ്കാരം മുട്ടി എനിക്ക് കുറച്ച് പണി കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് മുന്നോട്ട് ഷെയർ ചെയ്യാൻ നേരം വൈകാതെ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ക്രിസ്മസ് ഐഡി ഡ്രസ്സുകളുടെ ഹോൾ വീഡിയോസ് മാത്രം കാണിച്ച് നിങ്ങളെ പറ്റിച്ച് കടന്നോളൂ എന്ന് വിചാരിച്ചാൽ നോ, ക്രിസ്മസിന് തന്നെ അല്ല, ഫെസ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വെഡിങ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡെയിലി ബേസിസിന് വരെ യൂസ് ചെയ്യാൻ പറ്റും അമേസിംഗ് ലിപ്സ്റ്റിക്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇതാണ് മാമാർത്തിന്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്. ലോങ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോങ് സ്റ്റേ ചെയ്യുന്നതാണ്. 12 hours അത്രയും ലോങ് സ്റ്റേ ചെയ്യുന്നതാണ് ഗൈസ്. അറ്റ് ദ സെയിം ടൈം 9 ബ്യൂട്ടിഫുൾ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. 9 ഷെയ്ഡ്സ് ഏറ്റവും കൂടുതൽ വൈറലായിട്ടിരിക്കുന്ന ആൻഡ് ബെസ്റ്റ് സെലേഴ്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ആദ്യത്തെ 04 ബെറി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള പിങ്ക് അണ്ടർ ടോണിൽ പെട്ടേക്കണം ഈ ഒരു ലിപ്സ്റ്റിക്. നെക്സ്റ്റ് ആണ് 05 വുഡി റോസ് ബ്രൗൺ അണ്ടർ ടോണിലായിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്. ആൻഡ് നെക്സ്റ്റ് ആണ് 07 റൂബി റെഡിഷ് ബേൺ റെഡിഷ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. അപ്പൊ ഈ 3 ഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഔട്ട്ഫിറ്റ് ആയാലും ഏത് ഒക്കേഷൻ ആയാലും വെഡിങ് ആണോ പാർട്ടി ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ ഫംഗ്ഷൻ ആണോ ഡെയിലി ബേസിസ് ആണോ ഫെസ്റ്റീവ് ആയിട്ടുള്ളതാണോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്സ് തന്നെ ധാരാളം ഫുൾ ഡേ ലിപ്സ് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണ ഈ ലിപ്സ്റ്റിക്സ് നല്ല ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ളതാണ്. ഒറ്റ സ്ട്രോക്കും കൊണ്ട് തന്നെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള മാറ്റ് പേ ഓഫ് നമുക്ക് ഇത് വെച്ചിട്ട് കിട്ടണം. നല്ല കളർ പിഗ്മെന്റേഷൻ കിട്ടണതാണ്. ആൻഡ് നമ്മുടെ ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആക്കി വെക്കണതാണ്. പിന്നെ ഹോഹോബ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഇത് മോയ്സ്ചറൈസ് ചെയ്തതാണ്. അത് വെച്ചിട്ട് നമ്മുടെ ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. മേഡ് സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പേടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ്. ഈ ലിപ്സ്റ്റിക്സ് എത്രമാത്രമാണ് സേഫ്, അതുപോലെ തന്നെ മാമത്തിന്റെ ബാക്കി എല്ലാ പ്രോഡക്ട്സ് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് ഹാർംഫുൾ കെമിക്കൽസ് അടങ്ങിയിട്ടില്ല. ഇവരുടെ പ്രോഡക്ട്സ് എത്രമാത്രം എന്നുള്ളത് അതുപോലെ തന്നെ ഇവരെടുത്തേക്കാണ് ഇനിഷ്യേറ്റീവ്. നമ്മൾ അവരുടെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ അവരൊരു മരത്തിലേക്ക് ലിങ്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നട്ട് ഇവർ 2025 ആകുമ്പോഴത്തേക്കും 1 million മരങ്ങൾ നടന്നുള്ള മിഷനിലാണ് ഗൈസ്. മാമാർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡും കൂടെയാണ്. മാമാർത്തിന്റെ പ്രോഡക്ട്സ് നിങ്ങൾ ഇത്രയും കാലം ഓൺലൈനിലല്ലേ മേടിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പൊ ഓഫ്ലൈനും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി തപ്പി നോക്കുക. അപ്പൊ ഓൾറെഡി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഇതിന്റെ 399 റുപ്പീസേ ഉള്ളൂ. പക്ഷെ അതിലും നിങ്ങൾക്ക് ആർത്തി ഉണ്ടെങ്കിൽ 20% ഓഫ് കൂടെ കിട്ടാനായിട്ട് നമ്മുടെ കൂപ്പൺ കോഡ് COL2023 എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി മാമാർത്തിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മാമാർത്തിന്റെ ആപ്പ്. ഓൾസോ അവൈലബിൾ ആണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് നൈക്ക. അപ്പൊ ഞാൻ മറക്കാണ്ട് ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബൈ ദ വൈ മാമാർത്തിന്റെ ഒരു ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട്സ് കിട്ടുന്നതാണ്. ആൻഡ് സെയിലൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ലാഭം കൂടെ എടുത്തു. അപ്പൊ നമുക്ക് ഇനി ഹോൾ വീഡിയോ ഇട്ട് കളിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പ്രിറ്റിയസ്റ്റ് ആൻഡ് ദ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കുർത്തി സെറ്റ്. അതാണ് ഈ ഒരു വൈറ്റ് ആണ്, അതിനകത്ത് അങ്ങനെ പിങ്ക് ആയിട്ടുള്ള ഫ്ലവർ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇട്ടപ്പോ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി പോയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഫിറ്റിംഗ് അമേസിംഗ് ആണ്, ഇതിന്റെ ലുക്ക് അമേസിംഗ് ആണ്. ഇതിന്റെ കഴുത്ത് കുറച്ച് ബോറിംഗ് ആണ് കാരണം റൗണ്ടൊക്കെ ആയതുകൊണ്ടിട്ട് എന്തെങ്കിലും അതിനകത്തൊരു വീക്കട്ട് എന്തെങ്കിലും കൊടുത്തിരുന്ന രസമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, സാരില്ല. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ദുപ്പട്ട ഉണ്ട് കേട്ടോ. അതെ, ഈ ദുപ്പട്ട ഇതിനെ കുറിച്ച് ഞാനിപ്പോ പറയാം 1 minute. ഈ ദുപ്പട്ട വളരെ അനുസരണമുള്ളതാണ്, ഇങ്ങനെ ചുരുങ്ങും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റിയതാണ്. അതുകൊണ്ട് ആ ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വൺ സൈഡഡ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ലോങ് ഇയറിംഗ്സ് പെയർ ചെയ്താൽ മതി. പ്രിറ്റി ഡ്രസ്സാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടത്. അത് പുറകേല് ഡീപ് നെക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എന്റെ കഴുത്തിന്റെ ആ ഒരു കാര്യത്തിനെ ക്ഷമിച്ചിരിക്കുന്നു. ചിലതിൽ ഇത് ഇത്ര മാത്രം കൊടുക്കും ഡെപ്ത്, എന്നിട്ട് ആ വള്ളി കൊണ്ട് വക്കുകയും ചെയ്യും, ഒരു അർത്ഥമില്ലാണ്ട്. സൈസിനകത്ത് അനുസരണ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. സ്ലീവ്സിന്റെ അവിടെ ട്രാൻസ്പെറൻസിയിൽ ഇങ്ങനത്തെ പലാസോ ആയിട്ടുള്ള ഈ ബേബി പിങ്ക് കളറിന്റെ എന്തുട്ടാണ് ഇവിടെ ഓക്കെ ത്രെഡ് ആയിരുന്നു നൂല്. അപ്പൊ ഈ ബേബി പിങ്ക് ആയിട്ടുള്ള ഈ ഒരു പല്ലാസോ പാന്റ് ഇത് നല്ല ഭംഗിയുണ്ടോ. എനിക്ക് ഇതിന്റെ സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറോൾ തന്നെ നല്ല ക്യൂട്ടാണ്. ആൻഡ് ഇതിന്റെ ദുപ്പട്ടയുടെ കാര്യം ഞാൻ പറയാൻ വന്നത് വെച്ചാൽ ഇത്രയും നല്ല പ്രിറ്റി ആയിട്ടുള്ള ക്യൂട്ട് വരുമ്പോ അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഇവർ ഈ ഗോൾഡൻ കോട്ടപ്പട്ടി കൊണ്ടാക്കണത്? പക്ഷെ സാരില്ല, നമുക്ക് അത് അഴിച്ചു കളയാന്നുള്ളൂ. നല്ല ഫ്ലോ ചെയ്യാൻ നല്ല പ്രിൻസസി വൈബ് തന്നെ ഒരു ഡ്രസ്സാണ് കേട്ടോ. സോ ഇതിന്റെ മെറ്റീരിയൽ ജോർജറ്റ് ആണ്. ആൻഡ് ഇത് നല്ല ക്വാളിറ്റി ജോർജറ്റ് ആണ് കേട്ടോ. ഞാൻ പല ജോർജറ്റ് മെറ്റീരിയൽ കണ്ടിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിലാണ്. ഇത് നല്ല നല്ല സോഫ്റ്റ് ആൻഡ് അങ്ങനത്തെ ഒരു ഇതാണ്. നല്ല ഫീൽ വരുത്തുന്നതാണ്. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് സ്മോൾ. അതെനിക്ക് കറക്റ്റ് ആയിട്ട് വന്നു ഗൈസ്. ഇപ്പോഴും ഞാൻ സ്മോളിൽ പെടുണ്ട്. ഞാൻ അത്രയ്ക്ക് എലിമിനേറ്റ് ആയി പോയിട്ടില്ല. ഓക്കെ, അപ്പോ ഇതിന്റെ റേറ്റ് ആണ് 700. കുറച്ച് ബോധം കടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ കൺട്രോൾ. അപ്പൊ അതാണ് ഈ ഒരു ഡ്രസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിനകത്ത് എല്ലാം പേസ്റ്റൽ കളേഴ്സാ കൊടുത്തേക്കണം. നോക്കിയാ ഒരു മിനിമൽ ലുക്ക് എന്ത് രസാ. മോസ്റ്റ്ലി ഇട്ട അതിനകത്ത് ചില ബ്രൗണും ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി ആ ഒരു പേസ്റ്റൽ കളറിന്റെ ആ ഒരു കോമ്പിനേഷനെ കൂടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മിറർ വർക്ക് ഒരു രക്ഷയില്ലാത്തൊരു ഡ്രസ്സാണ്. ഇതിനകത്ത് ഇങ്ങനെ ഷർട്ട് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവ്സ് ട്രാൻസ്പെറന്റ് ആണ്, ബട്ട് ഇവിടെ ആയിട്ട് ആ ഒരു ഡിസൈൻ
അയ്യോ എന്തൊരു ഭംഗിയാണ്. അപ്പോ നമ്മള് എന്താണ്, ഞാൻ സാധാരണ ഇത് വലിയ വലിയ കടകളിലൊക്കെ കണ്ടിട്ടുള്ളൂ, മോൾസിലൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ ഇതുപോലെ ഡ്രസ്സ് കണ്ടേക്കണം. പക്ഷെ ഇത് അത്യാവശ്യം നമുക്ക് റീസണബിൾ റേറ്റിലാട്ട കിട്ടണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇത് ഇവിടം വരെ കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴേ ട്രാൻസ്പെറന്റ് അല്ല, ഇവിടെ കാണാം ഡിസൈൻ ഉണ്ട്, അടിഭാഗത്ത് ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. ആൻഡ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഗൈസ്. എന്നാൽ ട്രാൻസ്പെറന്റ് ആവാണ്ടിരിക്കണം, അവർ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്, മുമ്പിലും പുറകിലും അകത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റ് സഹിതം. അതാണ് ഇതിന്റെ എനിക്ക് ഹൈലൈറ്റ് ഫീൽ ആയത്. അംബ്രേല കട്ട് പോലും അല്ല, സ്ലിറ്റ് സഹിതം ലൈനിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് ലൈനിങ് ഇവൻ സെപ്പറേറ്റ് ആയിട്ടുള്ളതാ, ജോയിന്റ് അല്ല. അപ്പൊ നല്ലൊരു ലുക്ക് ഉണ്ട് ആ ഒരു ലെയറിങ് വരുമ്പോഴേ. കാരണം ലൈനിങ് കഴിഞ്ഞിട്ട് ആ ഒരു മെയിൻ ആയിട്ടുള്ള ഫാബ്രിക് വരുമ്പോൾ ആ ഒരു ലെയറിങ് നല്ല രസമുണ്ട് കാണിക്കും. നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ആൻഡ് എൻ്റെ നെക്ക് ലൈൻ കുറച്ച് യൂണിക് ആയിട്ടുള്ളതാണ്. ഞാൻ പറയാറില്ല ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഈ വി കുറച്ച് വൈഡ് വി ആണ്. നല്ല പ്രിറ്റിയാ ഗൈസ്, ഒന്നും പറയാനില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കളറാണ് ഇതിനകത്ത്. സേജ് ഗ്രീൻ, പിങ്ക്, ഓറഞ്ച്, ആ ഒരു പേസ്റ്റൽ കളേഴ്സ്. ചിലതൊക്കെ എന്താ പറയാ ഫ്ലൂറോസന്റും ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ആ ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ പാന്റും വളരെ യൂണിക്കാണ്, ബിക്കോസ് അതിനകത്തും ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാന്റ്, ഈ ഒരു ഡ്രസ്സ് ഇത്ര ഭംഗി, അതുകൊണ്ട് പാന്റുമ്മ ബോർഡർ വന്നതിൽ ഞാൻ കുറച്ച് ക്ഷമിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്കത് ഭംഗി തോന്നിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ദുപ്പട്ടയും ഉണ്ട്. അഗെയിൻ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഒട്ടും ബോറിംഗ് അല്ല. ഇതിന്റെ കണ്ട എൻഡിങ് എന്താ വേവി ആയിട്ടുള്ള അതുമേ ത്രെഡ് വർക്ക് കൊടുത്തേക്ക. എത്ര തോട്ട്ഫുൾ ആണ്. നമ്മൾ കൊടുത്ത് തയ്പ്പിക്കുക പോലും ഇത്രയും ഭംഗിയിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, ബിക്കോസ് ഇത് നമ്മൾ കൊടുത്തൊക്കെ തയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം റേറ്റ് ആവുന്നതാണ്. ഇത് നമുക്ക് റീസണബിൾ റേറ്റിലാണ് കിട്ടിയേക്കണം. ഞാനിങ്ങനെ കൊതിപ്പിച്ചോണ്ടിരിക്കുക, അവസാനം പറയുള്ളൂ. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് സ്മോൾ, എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഗൈസ് എന്ത് ചെയ്യാനാണ് അഹങ്കാരി. ഇത് മറ്റീരിയൽ ജോർജറ്റ് ആണ്. ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ജോർജറ്റ് എന്ന് പറയാൻ നല്ല ക്വാളിറ്റി ജോർജറ്റ് ആണ് കേട്ടോ. അത് അത്യാവശ്യം കുറെ എന്താ പറയാ സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ സ്മോൾ എനിക്ക് വരികയും ചെയ്തു. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് ജസ്റ്റ് 1355. 1355 കാണിക്കാൻ പോണ രണ്ടെണ്ണം ഇല്ലേ. ഡ്രസ്സുകൾ നല്ലതാണ്, പക്ഷെ എന്റെ സ്മോൾ സൈസ് തരം ഇതിൽ നടന്നില്ല. അത് കാരണം എനിക്ക് ഇടാൻ കൂടെ പറ്റുണ്ടായിരുന്നില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടികൾ നിങ്ങളെ കാണിച്ചേനെ, പക്ഷെ പിന്നെ ചിലപ്പോൾ വന്നില്ലെങ്കിൽ പണി പാടും. അതുകൊണ്ട് അപ്പൊ ആദ്യമാണ് ഈ ഒരു ബ്രൈറ്റ് റെഡ് കളറിന്റെ ഈ ഒരു കുർത്തി, അതിന്റെ ഒപ്പം ഉള്ള ഈ ഒരു പാന്റ്, ഈ ഒരു എന്താ പറയാ നാരോ ആയിട്ടുള്ള ഈ ഒരു നെറ്റിന്റെ ദുപ്പട്ട വിത്ത് അതുപോലെ തന്നെ സെക്യൂൻ വർക്ക്. വേറെ ഒരു ചീത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ആരും ഇട്ടിട്ട് തിരിച്ചു കൊടുത്തേക്കണം എന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മാറ്റം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ സഹിച്ചിരിക്കണത് എനിക്ക് അറിയുള്ളൂ. എന്റെ മൂക്കാരെങ്കിലും ക്ലിപ്പ് കുത്തോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ കണ്ട ഇതുപോലത്തെ പാറ്റേൺ ഉണ്ട്. ഇതെനിക്ക് അടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പുറകിൽ വള്ളി ആർക്കാണ്ടോ വേണ്ടി ഓക്കാനിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ഡെപ്ത് ഒക്കെ വെക്കണ്ടേ അങ്ങനെയാണെങ്കിൽ പുറകിൽ. പിന്നെ വള്ളി വെക്കുമ്പോഴൊക്കെ ഭംഗിയുള്ളൂ. ഡ്രസ്സ് നല്ല ഭംഗിയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസായിട്ട് ഓർഡർ ചെയ്താൽ മതി. അതർവൈസ് നല്ല പ്രിറ്റി ഡ്രസ്സാണ് കേട്ടോ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ആരെങ്കിലും ഇട്ടത് വരാണ്ടിരിക്കട്ടെ, നിങ്ങൾ ബോധം കിടാണ്ടിരിക്കട്ടെ. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് സ്മോള്. ആൻഡ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. അതെ ജോർജറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോർജറ്റ് തന്നെയാണ്. ഇതിനകത്ത് സിക്വിൻ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും അത് മനസ്സിലാവാൻ പറ്റാതെ, പക്ഷെ ഇത് ശരിക്കും നല്ല പ്രിറ്റി ഡ്രസ്സാണ് ഗൈസ്. ഞാൻ കോഡ് കൊടുക്കാം, നിങ്ങളൊന്ന് പോയി നോക്കി നോക്കാം. ആ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു താല്പര്യം വരുള്ളൂ. സോ യെസ്, അപ്പോ ഇതിന്റെ റേറ്റ് ആണ് 720. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് വൺ ആണ് ഈ ഒരു വൈറ്റ് കളറിന്റെ. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു വൈറ്റ് ആൻഡ് ആ ഒരു പേസ്റ്റലിന്റെ കാര്യം കാണിച്ചെന്നില്ല, ഡ്രസ്സ് കാണിച്ചില്ല, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ആണ്. പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ മറ്റീരിയൽ വളരെ സ്റ്റിഫ്, വളരെ അല്ല നല്ല അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഫോർമൽ ലുക്ക് വേണമെങ്കിൽ അതിനായിട്ട് ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ആൻഡ് ഇതിനകത്ത് ഇങ്ങനെ കോളറാണ് ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസ് വർക്ക് ഫുൾ കോളറുമായിട്ട് ഇങ്ങനെ നെക്കിലേക്ക് ഇറക്കിയേക്കണം. അത് നല്ല രസമുണ്ട് കാണാൻ. സ്ലീവ്സുമേ ഉണ്ട് ആ ഒരു നെറ്റ് പാറ്റേൺ ആട്ടോ, ഈ ഒരു നെറ്റ് പാറ്റേൺ. ആൻഡ് ഇതിന്റെ ടോപ്പിന്റെ ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടോപ്പ് ഇതുപോലെ എന്തോ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ചിങ്ങനെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ അറ്റത്താണ് ഗൈസ് ഭംഗി കണ്ട. ഡ്രസ്സ് നല്ല ഭംഗിയാണ്, ജസ്റ്റ് സൈസ് അഹങ്കാരം മുട്ടി എസ് കൊടുത്തതിലാണ് വന്നത്. ഇതിന്റെ പാന്റും വളരെ ഡിഫറെന്റ് ആ ഗൈസ്, കാരണം ഇതിന്റെ പാന്റും ഇങ്ങനെ വർക്ക് ഉണ്ട്, ബട്ട് വിത്ത് സ്ലിറ്റ്. അറ്റത്ത് ഇങ്ങനെ സ്ലിറ്റ് ആയിട്ട് കഴിവിടെ. പണ്ടെനിക്ക് ഓർമ്മയുണ്ട് പാരലൽ എന്ന് പറഞ്ഞ ഡ്രസ്സ് വളരെ പോപ്പുലർ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഇതുപോലത്തെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ലിറ്റ് ആയിട്ടുള്ളത്. എനിക്കതാ ഓർമ്മ ഇത് കാണുമ്പോൾ. കുറെ നാളായി പാരലൽ ഇട്ടിട്ട്. ഇപ്പൊ പാരലൽ അവൈലബിൾ ആണോ? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ദുപ്പട്ട ഞാൻ തുറന്നിട്ട് കൂടിയില്ല, കാരണം ടോപ്പ് തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ലേസ് വർക്ക് ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഓവറോൾ വൈറ്റ് ദുപ്പട്ട. ഡ്രസ് അമേസിംഗ് ആണ്, പാകമായില്ല. എല്ലാം പോലെ ഇത് സ്മോളിൽ പെടുമെന്ന് വിചാരിച്ചത് കൊണ്ടാട്ടോ. സോ
സൈസിന്റെ കാര്യത്തിന് കാരണം ഇതിനകത്ത് സൈസ് ചാർട്ട് കൊടുത്തിട്ടില്ല ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ശ്രദ്ധയോടെ ആലോചിച്ചത്. കാരണം ഞാൻ അങ്ങനെ കണ്ണടച്ചും കൊണ്ടല്ല മേടിക്കുന്നത്. ഞാൻ സൈസ് ചാർട്ട് നോക്കാറുണ്ട്. എന്നിട്ട് പോലെ എനിക്ക് പടി കിട്ടുക നോക്കിയേ എന്ത് വേണം. അപ്പൊ ഇതിനകത്ത് സൈസ് ചാർട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ബട്ട് നിങ്ങൾക്ക് എന്താ പറയാ, ഞാൻ കോഡ് എന്തായാലും കൊടുത്തേക്കാം. നിങ്ങൾ പോയി നോക്കുക. റിവ്യൂസിലൊക്കെ ആൾക്കാർ ഇട്ടേക്കണൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, മനസ്സിലായോ എങ്ങനെയാണ് ഇതിന്റെ ലുക്ക് എന്നുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് സ്റ്റിഫാണ്, കോട്ടൺ സിൽക്കാണ് ഇതിന്റെ മെറ്റീരിയൽ. ആൻഡ് അത്യാവശ്യം സൈസുകളും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിന്റെ റേറ്റ് ആണ് 970. നെക്സ്റ്റ് വൺ കുർത്തി സെറ്റ് അല്ല, ജസ്റ്റ് കുർത്തിയാണ്. നമുക്ക് എന്താ പറയാ, ആങ്കർ ലെങ്ത് ആയിട്ടുള്ള ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ലെഗിൻസിന്റെ ഒക്കെ കൂടെ ആങ്കർ ലെങ്ത് ഉണ്ടാവില്ലേ, അതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു റെഡ് കളറിന്റെ. അതിനകത്ത് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു തന്നെ, ഫോട്ടോ പോലെ തന്നെയായിരുന്നു റിയാലിറ്റിയിലെങ്കിൽ. കാരണം ടോപ്പൊക്കെ അമേസിംഗ് ആണ്. പക്ഷെ ഞാൻ ഇതിന്റെ ലെങ്ത് കണ്ടാ മേടിച്ചത്. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഗൈസ് അതിനകത്ത് കാണുമ്പോ. ഞാൻ ആ ലെങ്ത്തിലാണ് ഒരു ഭംഗി. ഇത് ഒരുമാതിരി കുട്ടി ടോപ്പ് കുർത്തി ട്യൂണിക്ക് ഉണ്ടാവില്ല, അതുപോലെ ഉണ്ട്. ഏകദേശം നീ ലെങ്ത് അങ്ങനത്തെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ലെങ്ത് ഒരു രസമില്ല കാണാനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇത് റിട്ടേൺ ചെയ്യും. കാരണം എക്സ്ചേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോൾ എനിക്ക് ആ ഒരു ലെങ്ത് എന്തായാലും കിട്ടും. കാരണം ഇത് നല്ല നൈറ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വേസ്റ്റ് ലൈൻ വരെ അതിന്റെ സ്ലിറ്റ് ഉണ്ടാവും. അത് നല്ല രസമാണ്. നമ്മുടെ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള നാരോ ജീൻസ് അല്ലെങ്കിൽ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള പലാസോ ജീൻസ് എന്ന് വെച്ചാൽ വൈഡ് ലെങ്ത് ജീൻസ് ആയാലും കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ജസ്റ്റ് ആ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. അതർവൈസ് നല്ലൊരു കുർത്തിയാണ്, ക്വാളിറ്റി വൈസും നല്ലതാണ്. പക്ഷെ ലെങ്ത് വൈസ് ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് കാരണം എന്താ, സൈസ് ചാർട്ട് മീഡിയം തന്നെ തുടങ്ങണം. അതുകൊണ്ടാണ് മീഡിയം മേടിച്ചത്. സ്മോൾ മേടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇടാൻ പറ്റാത്ത അവസ്ഥയായി പോയേനെ. ഓക്കെ, അപ്പൊ ഇതിന്റെ മെറ്റീരിയലാണ് ജോർജറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ജോർജറ്റ് ആണ്. ഇതിന്റെ റേറ്റ് ആണ് 350. നെക്സ്റ്റ് വൺ ആണ് ഈ റെഡ് കളറിന്റെ കുർത്തി സെറ്റ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വൈറ്റ് കളറിന്റെ ത്രെഡ് വർക്ക് ആയിട്ട് കൊടുത്തേക്കണം. ആൻഡ് ഇത് ഫ്രണ്ട് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. ഇതിന്റെ സ്ലിറ്റുമേ ഇതുപോലെ വൈറ്റ് ബോർഡർ ഉണ്ട്, അടിയിലേക്കും ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടില്ല. അടുത്ത സൈഡ് വരെ ആയിട്ടത് സ്റ്റോപ്പ് ആണ്, പുറകോട്ടതില്ല. ആൻഡ് കയ്യുമേ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കഴുത്തിന്റെ അവിടെ ഉണ്ട്. ബോറിംഗ് ആയിട്ടുള്ള നെക്ക് ലൈൻ അല്ല കേട്ടോ, ഇങ്ങനെ റൗണ്ട് ആയിട്ട് എന്നാൽ ഇവിടെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് കഴുത്തുമേ ആ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് ഉണ്ട്. നല്ല രസമായിട്ട് കാണാനായിട്ട്. അപ്പൊ ആക്ച്വലി ഇത് നിങ്ങൾ പെയർ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ദുപ്പട്ട ഇങ്ങനെ ഒരുമിച്ച് ചുരുക്കിയും കൊണ്ട് നമ്മൾ വൺ സൈഡ് ആയിട്ട് ഇടില്ല, അങ്ങനെ ഇട്ടാൽ മതിട്ടാ. ഞാനിവിടെ ഓപ്പൺ ആക്കി ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ഭുത കാര്യം ഉണ്ടായി. സ്മോൾ സൈസ് വരെ എനിക്ക് ലൂസ് ആയി ഗൈസ്. തയ്ക്കണ ആൾക്ക് വല്ല തെറ്റ് പറ്റിയതായിരിക്കും, അല്ലാണ്ട് ഞാൻ വെയിറ്റ് അത്രയും കുറച്ചിട്ടില്ല. സോ യെസ്, അപ്പൊ ഞാനിവിടെ പിൻ ചെയ്ത് വച്ചേക്കുന്നുണ്ട് നിങ്ങളെ പറ്റിക്കാനായിട്ട്. ഞാനത് ഓപ്പൺ ആക്കി വെച്ചേക്കാട്ടെ. അപ്പൊ നിങ്ങൾ ചുരുക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. അപ്പൊ ഇതിന്റെ കൂടെ പാന്റ് ഉണ്ട് ആൻഡ് ഒബ്വിയസ്ലി ദുപ്പട്ട ഉണ്ട്. പക്ഷെ ഇതിന്റെ പാന്റിനകത്ത് എന്തോ ഒരു അപാകത ഉണ്ട് കേട്ടാ. എനിക്ക് ഇട്ട് കംപ്ലീറ്റ്ലി കഴിയുമ്പോ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ആ ഇടാനായിട്ടുള്ള ഭാഗം, ഓ മൈ ഗോഡ്, ഇതിന് കയറ്റാൻ പറ്റ പാട്. ഞാൻ ഇലാസ്റ്റിക് ആണ്, എന്നാൽ പോലും ഒരു കയറ്റലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ യെസ്, അപ്പൊ ഹിപ്പിന്റെ അവിടെ എത്തുമ്പോന്ന് കയറ്റുമ്പോ എന്നുള്ളൊരു ഇച്ചിരി അവിടെ ഒരു നമുക്ക് ബലം പിടിക്കേണ്ടി വരും. ബട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റ് ആയിക്കോളും, നോ പ്രോബ്ലം ഇട്ടാ. ആൻഡ് നല്ല രസമുണ്ട്. ആൻഡ് ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയാ കാലുമ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കംപ്ലീറ്റ് ഭയങ്കര തോറയായിട്ടുള്ളതല്ല കേട്ടോ. ആങ്കിൾ ലെങ്ത്തിനെക്കാട്ട് കുറച്ച് മുകളിലായിട്ടിരിക്കണം, ആ ഒരു ലെങ്ത് ആയിട്ടായിരിക്കാണ് ഇതിന്റെ പാന്റ്. ഓവറോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു ലുക്കാണ് ഗൈസ്, കാണുന്നില്ല ഭംഗിയുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ ആണ് റയോൺ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മേടിച്ച സൈസാണ് സ്മോൾ. ആൻഡ് അത് വേറെ കളേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കില്ല. ബിക്കോസ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് റെഡ് ആൻഡ് വൈറ്റിൽ നമ്മൾ നോക്കണം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കുർത്തി സെറ്റ് റേറ്റ് ആണ് 800. നെക്സ്റ്റ് വൺ ഒരു ബ്യൂട്ടിഫുൾ കുർത്തി സെറ്റ് ആണ് ഗൈസ്. ഈ ഒരു റെഡ് കളറിന്റെ കേട്ടാ. ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വർക്കുള്ള നെറ്റ് എന്തായാലും കിട്ടും. ഇതിനകത്തുള്ള ലൈനിങ്ങും അതൊക്കെ കിട്ടും. ഇതിന്റെ ഒപ്പം ഈ ഒരു സ്കേർട്ടും ഉണ്ട്, നെറ്റ് ആൻഡ് ലൈനിങ് ഒക്കെ ആയിട്ടിട്ട്. അതിന്റെ ഒപ്പം ഈ ദുപ്പട്ടയുണ്ട് വിത്ത് ഇങ്ങനെ സിൽക്കിന്റെ വർക്ക് എന്ന് വെച്ചാൽ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്. നമ്മളിത് ഈ മെറ്റീരിയൽ ഒക്കെ മേടിച്ച് തയ്ക്കുമ്പോഴേ എത്രമാത്രം എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇതിന്റെ റേറ്റ് എന്തായാലും പറയാട്ടെ. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ആവണത് ഇതിങ്ങനെ മേടിക്കണമായിരിക്കും ഒന്നും കൂടെ ലാഭം. നമ്മൾ ഈ മെറ്റീരിയൽ ഒക്കെ മേടിച്ച് തയ്ക്കുമ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് ആകും കേട്ടോ. നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല നെക്ക് ഡിസൈൻ ആണ് ഇതിന്റെ. ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, 1 മിനിറ്റ് ഇങ്ങനെ പെൻറ്റാഗോൺ ആയിട്ടുള്ള ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നെക്ക് ലൈൻ ആണ് കേട്ടോ ഇതിനും കൊടുത്തേക്കണേ. നല്ല രസമുണ്ട്. പ്രിൻസസ് കട്ട് നല്ല ഇതിനെ പറയാം. യെസ്, നല്ല രസമുണ്ട് കാണാനായിട്ടാണ്. ഇതിന്റെ ബ്യൂട്ടിഫുൾ സ്ലീവ്സ്. എനിക്ക് സ്ലീവ്സിന്റെ കാര്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിലുള്ള ഫുൾ ഡിസൈൻ അങ്ങോട്ട് സ്ലീവ്സുമേ നിറച്ച് വച്ചില്ല കേട്ടാ.
ആ ഒരു സംഭവം കണ്ട ഇവിടെ ആ ഒരു ട്രാൻസ്പെറൻസി എന്ന ഇടയ്ക്കൊക്കെ ഒരു ഫ്ലവറിന്റെ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് കൈയിന്റെ റിസ്റ്റ് ഭാഗം വരുമ്പോൾ ഫുള്ളായിട്ട് ആ കവറേജ്, അതും ആ കവറേജ് നോക്കി എങ്ങനെയാണെന്ന് ആംഗുലർ ഷേപ്പിലാണ്. ഭയങ്കരമായിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്യൂട്ടിഫുൾ, നല്ല രസമാണ്. നമ്മൾ ശരിക്കും കൊടുത്ത് തയ്പ്പിക്കുമ്പോൾ നമ്മൾ ഓരോരോ ഡിസൈൻ പിൻട്രസ്റ്റിന്ന് ഇൻസ്പയർ ആയിട്ട് പറഞ്ഞു കൊടുക്കൂലേ, അതുപോലെ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമേസിങ് കുർത്തിയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റെഡ് ലെഗിൻസിന്റെ കൂടെ പെയർ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇതിന്റെ ആ ഒരു സ്കേർട്ടിന്റെ ലെവൽ വേറെയാ ഗൈസ്, അത്ര ഭംഗിയാണ് ഇതിന്റെ സ്കേർട്ടിന്റെ കൂടെ ഇത് പെയർ ചെയ്യുമ്പോ കേട്ടാ. സോ ഇതാണ് എന്റെ സ്കേർട്ട്. അപ്പൊ ഇതൊട്ടും സിമ്പിൾ അല്ല, ബിക്കോസ് ഏറ്റവും അടിയിൽ ഇത് ഇതൊരു റഫൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രിട്ടിയാണ് ഗൈസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫുൾ സെറ്റ്. അടിപൊളി, ഞാൻ അവിടെ ഇടും. ഓക്കെ, അപ്പൊ പ്രിട്ടി ആയിട്ടുള്ള സംഭവമാണ്. ദുപ്പട്ട സിമ്പിൾ ആണ്, എന്നാൽ പോലും അതിന്റെ ബോർഡർ ഒട്ടും ആ സിംപ്ലിസിറ്റി വെച്ചിട്ടില്ല കേട്ടാ. കണ്ട് ഇങ്ങനെ വേവി ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കണത്. നല്ല പ്രിട്ടി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ്. ഞാൻ എന്റെ റേറ്റ് പറയാം. 1 minute. ആൻഡ് നിങ്ങൾക്കറിയാം, ഇത് ഞാൻ സ്മോളായി എടുത്ത് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ്, ഞാൻ കൊടുത്ത് തയ്പ്പിച്ച ഒരു ഫിറ്റിംഗ് ആണ് എനിക്ക് വന്നേക്കണത്. വിച്ച് ഇസ് റിയലി അമേസിങ്. ആൻഡ് സ്മോൾ വന്നത് തന്നെ വളരെ അത്ഭുതം. എന്നെ സമ്മതിക്കണോ അല്ലേ, എങ്ങനെ ധൈര്യപ്പെട്ട് മേടിക്കണോ സ്മോൾ. പക്ഷെ എനിക്കിത് കറക്റ്റ് ആയിട്ട് വന്നു. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ നെറ്റ് പ്ലസ് ജോർജറ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 1513, 1513, വിച്ച് ഇസ് ഐ ഗസ് നമ്മൾ കൊടുത്ത് തയ്പ്പിക്കണേക്കാട്ടിലും കൂടുതൽ അത്യാവശ്യം അഫോർഡബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്ത വീഡിയോ അപ്പൊ വീഡിയോയിൽ കാണിച്ചിട്ട് എല്ലാം കുർത്തി സെറ്റ്സിന്റെ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേഗം ഓർമ്മിപ്പിച്ചേക്കണം. എനിക്ക് എന്തോ ആ ഒരു സമയത്ത് ബോധം പോകും ഗൈസ്, അതാണ്. അപ്പൊ നിങ്ങൾ വേഗം ഓർമ്മിപ്പിച്ചാൽ മതി, വേഗം തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പൊ ഏത് കുർത്തി സെറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. അപ്പൊ ക്രിസ്മസിന്റെ തന്നെയല്ല, നോർമലി നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ അമേസിംഗ് ആയിട്ടുള്ള കുർത്തി സെറ്റ്സ് കാണണം. എങ്ങനത്തെ കാണേണ്ടത്, ലെറ്റ് മി നോ ദ മൂഡ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി ബേസിസിനുള്ളതാണോ വേണ്ടത്, ഓഫീസ് കോളേജ് വെയർ ആയിട്ടുള്ളതാണോ വേണ്ടത്, അതോ വെഡിങ് അല്ലെങ്കിൽ ഫെസ്റ്റീവ് വൈബ് ആയിട്ടുള്ളത് വേണ്ടത്, ആർത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ വേണമെന്നും നിങ്ങൾ പറയും. എന്തായാലും നിങ്ങൾ കമന്റ്സിൽ പറയാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ വേഗം സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പേരാണ് സബീത. താങ്ക് യു സോ മച്ച് സബീത ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേരിന്റെ വരാൻ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെപ്പോട്ട് കമന്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.